പെരുന്നാളായിട്ട് ഞങ്ങൾ വീട്ടിലേക്കട് പോയിട്ടോ. വീട്ടിൽ നിന്ന് ഇങ്ങനെ തുരുത്തുരാ വിളിക്കുന്നു. അപ്പോൾ പിന്നെ വീട്ടിലേക്കട് പോയി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പെരുന്നാൾ ഉണ്ടാക്കാമെന്ന് വെച്ചു. പക്ഷേ ഞാൻ പറഞ്ഞു ഇന്ന് നമുക്ക് പെരുന്നാൾ ഉണ്ടാക്കണ്ട, നമുക്ക് നാളെ ഉണ്ടാക്കാം, അതായത് ശനിയാഴ്ച ഉണ്ടാക്കാൻ പറഞ്ഞു. പെരുന്നാൾ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ഞങ്ങളെ ഭാഷയിൽ പറയും തൊള്ളഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടുമെന്ന് പറയും. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയിട്ടോ. അത് നന്ദുവിൻ്റെ മുതലാളി അങ്ങോട്ട് ഓന് പോയിരുന്നു പെരുന്നാൾ തുറക്കാൻ. അപ്പോൾ അവിടുന്ന് ഞങ്ങൾക്ക് ഫുഡ് കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യത്തെ പെരുന്നാൾ ഞങ്ങളെ സലാമാക്കൂൻ്റെ വകയാണ്, നന്ദുവിൻ്റെ മുതലാളി. അങ്ങനെ ഫുഡടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഞങ്ങൾ ഒരു പഴക്കൊല ഉണ്ടായിരുന്നു, അത് വെട്ടാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് കേട്ടോ. ഇപ്പം നമ്മളെ കുട്ടനാണ് വെട്ടണത്. ചിലവർ വെട്ടിയാൽ വേഗം പെട്ടെന്ന് പഴുക്കും എന്നൊക്കെ പറയണൊക്കെ. അപ്പോൾ ഇവൻ വെട്ടിയാൽ വേഗം പഴുക്കും കേട്ടോ. അപ്പോൾ അത് വെട്ടണ പരിപാടിയിലാണ്. നമ്മളെ മൈസൂർ പഴമാണ് കേട്ടോ. എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല, പൊതുവെ ആർക്കും അത് ഇഷ്ടം ഉണ്ടാവില്ല. അതേപോലെ തന്നെ എനിക്കും ഇഷ്ടമല്ല. അപ്പം നമ്മളെ തേജുട്ടനും അമ്മയും കുട്ടനും കൂടെയാണ് അത് താങ്ങി കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ അമ്മും കൂടെ കൂടി. അങ്ങനെ നമ്മളെ കൊലേനെ ഒരു ഭാഗത്തൊക്കെ ചാരി വെച്ച് ഓല അങ്ങോട്ട് പോയി. ഇനി പിന്നെ നമുക്ക് എന്താണ്, ഇനി രാത്രിത്തെ പരിപാടിയാണ്. രാത്രി വലിയ പരിപാടിയൊന്നുമില്ല കേട്ടോ. വീട്ടിൽ പെരുന്നാളിൻ്റെ തലേന്ന് എന്താ പറയുക പൂത്തിയൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ 2-3 പേർക്ക് ഒരു ബാഗിലെടുത്ത് വെച്ചു, നാളെ പോകുമ്പോൾ കൊണ്ടുപോകാറുണ്ട് കണ്ട്. ഞാനപ്പോൾ അത് ശരിയാവുമല്ലോ എന്ന് വെച്ചിട്ട് നിന്നു. പക്ഷേ ആ ജന്തുക്കൾ രണ്ടും കൂടെ ആ പൂത്തിയെടുത്ത് കത്തിച്ചിട്ടുണ്ട്. കൊണ്ടുവന്നതോ ഒരു 3 മാത്രം കേട്ടോ. അതിനാണ് ഇപ്പം ഈ തല്ലുണ്ടാക്കണത്. അപ്പോൾ തേജുട്ടിന് 2 ഓക്ക് 1. അപ്പോൾ ഓൻ്റെത് 2 കത്തിച്ച് കഴിഞ്ഞു. പിന്നെ ഒറ്റൊരു പൂത്തിയുണ്ട്, അതിന് നിൽക്കുകയാണ്. അപ്പോൾ അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറ വിടലും പറഞ്ഞു. ഞോന് ഇപ്പോൾ കത്തിക്കേണ്ടാവും, മറന്നിട്ട് കത്തിക്കാന്നൊക്കെ പറഞ്ഞ് ഓളോടൊന്ന് പറഞ്ഞ് മയപ്പെടുത്താണ്. പക്ഷെ മയം വരുന്നില്ല. അപ്പോൾ തന്നെ ആള് അലമ്പുണ്ടാക്കി ചെല്ലുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ലൈറ്റ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതിയ ലൈറ്റൊക്കെ ഇട്ടപ്പോൾ ഞങ്ങളെ ഈ ഒരു വീടിൻ്റെ അവസ്ഥയാണ്. പെരും പവറാട്ടോ. അപ്പോൾ വലിയ ലൈറ്റാണ്. അവിടെ തേക്കാൻ വേണ്ടിയിട്ട് പണിക്കാരുണ്ടായപ്പോൾ കുറച്ച് വഴുകിയിട്ട് പോകുമ്പോൾ അങ്ങനെ ഓൽക്ക് കാണാൻ വേണ്ടിയിട്ടിട്ട് ലേറ്റ് ചെയ്യുന്നു. അപ്പോൾ അത് ഇവിടെ ഇട്ടപ്പോൾ നല്ല ലേറ്റ്. എന്തായാലും ഇവിടുന്ന് ഇപ്പം ഞങ്ങളെ താമസം അന്ന് എപ്പോഴാണാവോ നമ്മുടെ പുതിയ വീട്ടിലോട്ട്. എന്തായാലും ഞങ്ങൾ കുറേ അടിപൊളിയായിട്ട് ഇവിടെ ജീവിച്ചു കേട്ടോ. അതിന് നമുക്കൊരു എന്തും പറയാനില്ല. ഇപ്പോൾ ഒരു എൻ്റെ തേജുട്ടന് 1 വയസ്സ് കഴിഞ്ഞതിലാണ് ഞങ്ങളിതൊക്കെ പണി തുടങ്ങിയത് തോന്നുന്നു. അപ്പം എന്തായാലും ഇതാണ് രാവിലത്തെ ഒരു വ്യൂ ഞങ്ങളുടെ. അപ്പം ഇനിയുണ്ട് കുറച്ചും കൂടെ പണി, ടൈലിൻ്റെ പണിയുണ്ട്. ടൈലൊക്കെ ഇറക്കിയിട്ടുണ്ട്. അപ്പം ഇനി വിഷു കഴിഞ്ഞിട്ടാണ് ആള് വരിക, കാരണം ആൾക്ക് എടുത്ത് വെച്ച പണിയുണ്ട് എന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഞങ്ങൾ ഇന്നൊരു ബിരിയാണിയായിട്ട് വെക്കുന്നത്, ചിക്കൻ ബിരിയാണിയാണ് വെക്കാന്ന് വെച്ചു. നാത്തൂനും വരും, കുട്ടിയും വരും, ഏട്ടന് പിന്നെ രാത്രി പണിയേറിയിട്ടും വരും. അപ്പോൾ പിന്നെ അപ്പയ്ക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. അങ്ങനെ നമ്മളെ വെല്ലുള്ളിയും അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും കാര്യങ്ങളൊക്കെ കുട്ടന് തൊലിച്ചു, ഞാനും തൊലിച്ച് വൃത്തിയാക്കി നിൽക്കുന്നുണ്ട്. അപ്പം തന്നെ കുട്ടി പട്ടാളങ്ങളിവിടെ നല്ല കളി കളിക്കുന്നുണ്ട് കേട്ടോ. തേജുട്ടൻ വന്നാൽ പിന്നെ ഓൻ്റെ കുറേ ചങ്ങായിമാരുണ്ട്, ഒലക്കട് വരും കളിക്കാൻ. പിന്നെ അവിടെ ഒരു വണ്ടി കൊണ്ടും കാറ് കൊണ്ടും ഒക്കെ ഒരു പെരും കളിയാണ്, മണ്ണും കല്ലൊക്കെ കൊണ്ടുപോയിങ്ങാണ്ട്. ആള് നല്ല ബാലചന്ദ്രമേനോനായി നടക്കുക കേട്ടോ. ബാലചന്ദ്രമേനോൻ്റെ പഴയ സിനിമയിലുണ്ടല്ലോ, ബാലചന്ദ്രമേനോൻ ഇങ്ങനെ ഒരു കെട്ടിട്ട് അവലുകൊണ്ട് ആ ഒരു മോഡലിലാണ് ഇപ്പോൾ ആള് കേട്ടോ. അങ്ങനെ നമ്മളെ കുട്ടന് ഉള്ളിയൊക്കെ അരിയുന്നുണ്ട്. അപ്പോൾ തന്നെ ഞാനും കുറച്ചൊക്കെ അരിയാനൊക്കെ കൂടി കൊടുത്തിട്ടുണ്ട്. എന്തായാലും തീയൊക്കെ കത്തിക്കട്ടെ. ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് അമ്മ വെച്ചിട്ടുണ്ട്. നമുക്ക് ഡ്യൂട്ടി ഉണ്ട്. ഡ്യൂട്ടിക്ക് പോകാനാകുമ്പോൾ തന്നെ ഫുഡും കാര്യങ്ങളാവും വേണം. നന്ദു ആണെങ്കിൽ ചേച്ചീനെയും മോനെയും കൊണ്ടുവരാൻ പോയിട്ടുണ്ട്. അങ്ങനെ ബിരിയാണി ചെമ്പൊക്കെ അടുപ്പത്ത് വെച്ച് നമ്മളെ ഉള്ളിയും തക്കാളിയും മസാലകളൊക്കെ വാട്ടൽ തുടങ്ങിയാണ് കേട്ടോ. വാട്ടലും കുഴക്കലൊക്കെ കഴിഞ്ഞ പാടെ പിന്നെ നമ്മളെ ചിക്കനൊക്കെ ഇട്ട് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അയാളവിടെ കടന്ന് അങ്ങനെ വേവട്ടെ. അങ്ങനെ നമ്മുടെ ബിരിയാണി വേവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ ഞങ്ങൾ പിന്നെ ഫുഡ് അടിയിലെത്തി. പിന്നത്തെ കാര്യങ്ങളൊന്നും എടുക്കാൻ നേരം കിട്ടിയില്ല. അപ്പം തന്നെ നേരൊക്കെ കുറേ വീഴ്ക്കലും കാര്യങ്ങളൊക്കെ ആയപ്പോൾ പിന്നെ അതൊന്നും എടുക്കാൻ നിന്നില്ല. അപ്പം പിന്നെ വേഗം തിന്നണതാണ് എടുക്കാമെന്ന് വെച്ചു. അതിന് പിന്നെ മുടക്കൊന്നുമില്ലല്ലോ. അപ്പം എന്തായാലും അങ്ങനെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് അതായത് നാത്തൂന് വീടിൻ്റെ അടുത്ത് തന്നെ ഒരു പരിപാടി ഉണ്ട്, കൈകൊട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോവാനിട്ട് ഞങ്ങൾ. അപ്പോൾ ചേച്ചി നേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്, മോന് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ അങ്ങോട്ട് പോയി ഞങ്ങൾ പരിപാടിക്ക്. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ രാത്രി എത്തി. പിന്നെ ഇത് രാവിലത്തെ കാര്യങ്ങളാട്ടോ. ചായക്കുട്ടിയാണ്, ചായക്കുട്ടി. നമ്മളെ പുട്ട് കടല അതൊക്കെയാണ് ഇന്നത്തെ കടി കാര്യങ്ങളും.
ഏട്ടന് പിന്നെ പണിയുള്ളത് കൊണ്ട് ഏട്ടന് പിന്നെ നേരത്തെ പോയിട്ടുണ്ട്. ഇന്നലെ ബീഫും അതുപോലെ തന്നെ എന്താ പറയുക പുട്ടൊക്കെ തട്ടിയിട്ട് ഏട്ടൻ പോയിട്ടോ പണിക്ക്. ചേച്ചി മക്കളും പിന്നെ ഞാൻ ഉച്ചയൊക്കെ ആകുമ്പോൾ നന്ദു കൊണ്ടാക്കി കൊടുക്കും, ചേച്ചിയും മകന്. പിന്നെ ഉച്ചയൊക്കെ ആകുമ്പോൾ ഞങ്ങളും പോരും കേട്ടോ. തേജുട്ടൻ പോരുന്നില്ല, തേജുട്ടൻ മറ്റന്നാ പോരാന്ന് പറഞ്ഞു. ഇനി സ്റ്റിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് മറ്റന്നെയാണ്. അപ്പോൾ അമ്മൂനോട് മതിക്കും പോന്നോന്നൊക്കെ പറഞ്ഞു. പിന്നെ എനിക്ക് നാളെ ഒരു സ്ഥലം വരെ പോവാനും ഉണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ഓനെ അവിടെ നിർത്തിയിട്ടോ. ഇവിടെ ആണെങ്കിൽ അംഗനവാടി സ്റ്റിച്ച് എടുക്കാൻ പിന്നെ എനിക്ക് പേടിയുണ്ട്. അപ്പം ഞാനൊരു ധൈര്യത്തിന് ഓളോട് പറഞ്ഞു, ഇന്ന് ഇജ്ജ് പോന്നോ, ഏട്ടന് എനിക്ക് പണിയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളെ വിശേഷങ്ങൾ. അല്ല പിന്നെ